morning my dear students. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. കുറേ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഓപ്പറേറ്റേഴ്സ്? അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്, ദെൻ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ രണ്ട് ഓപ്പറേറ്റേഴ്സ് എന്താ? അരിത്തമെറ്റിക് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? പ്ലസ്, മൈനസ്, സ്റ്റാർ, ഡിവിഷൻ ആൻഡ് മോഡുലസ് അല്ലേ? ഓർമ്മയുണ്ട് അല്ലെ നിങ്ങൾക്ക്? അതിന് നമ്മൾ എക്സാമ്പിളും ചെയ്തു. ദെൻ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ കൊടുത്തിട്ടുള്ളത്? ലെസ്, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു മീൻസ് ഡബിൾ ഈക്വൽ, ദെൻ നോട്ട് ഈക്വൽ. ഇത്രയും കാര്യങ്ങളാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ നമ്മൾ പഠിച്ചത്. അതിന്റെ എക്സാമ്പിൾ അടക്കം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ പഠിക്കേണ്ടത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. എന്താണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ട് ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട് എന്ന് പറയുന്നത്, നമ്മൾ പ്ലസ് മൈനസ് എന്ന് പറയുന്ന പോലെ അതിനും ഇത് മൂന്ന് സിമ്പിൾസ് ഉണ്ട്. ഏതുണ്ട്? ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ഓക്കെ, അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്, ശ്രദ്ധിക്കൂ. ലോജിക്കൽ ആൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ ആൻഡ് ചിഹ്നം, അത് രണ്ടെണ്ണം എഴുതണം കേട്ടോ. ആൻഡ്. ലോജിക്കൽ ഓർ എന്ന് പറയുമ്പോൾ കണ്ടോ, ഒരു ആൻഡ് അല്ല, രണ്ട് ആൻഡ്. ഇതിനി പറയുന്നതാണ് ലോജിക്കൽ ആൻഡ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ രണ്ട് വൺ ഇട്ട് കഴിഞ്ഞാൽ അതിനെയാണ് ലോജിക്കൽ ഓർ എന്ന് പറയാം. ഓക്കെ, ലോജിക്കൽ ഓർ. ദെൻ വൺ ഇട്ടിട്ട് അടിയിൽ ഇങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് എന്തെന്ന് പറയുന്നത്? അതിനെ ലോജിക്കൽ നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആഡ് മനസ്സിലായി, ഓർ മനസ്സിലായി, നോട്ട് മനസ്സിലായി അല്ലേ? അപ്പൊ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറയണം? ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ഇനിയിപ്പോ നമ്മൾ എങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ ട്രൂ വന്നാൽ 1 വരണം, ഫോൾസ് വന്നാൽ 0 വരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? അതുപോലെ തന്നെ നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിലും അങ്ങനെ കുറച്ച് വാല്യൂസ് നമുക്ക് കൊടുക്കാനുണ്ട്. അതാണ് നമുക്കിനി ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കാം, ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ടേബിൾ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിവിടെ എക്സിനും വൈക്കും വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ആൻഡ് വൈ കാണാം. എത്രയായിരിക്കും? നല്ല ഈസിയാണ്, ശ്രദ്ധിച്ചിരിക്കുക. എക്സ് 0 വൈ 0 ആണെങ്കിൽ, അതുപോലെ എക്സ് 0 വൈ 1, x1 y equal to 0, then x ഉം y ഉം 1. ഇങ്ങനത്തെ ഒരു കാറ്റഗറൈസ് ചെയ്യും. ഇതിങ്ങനെയാണെങ്കിൽ ഇതിന്റെ x and y, that is logical x, logical and then y എത്രയാണെന്ന് പറയുന്നത്? x and y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോജിക്കൽ ആൻഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എത്രയായിരിക്കും? 0 0 ആവുമ്പോൾ x and y ക്ക് 0 ആയിരിക്കും. നിങ്ങൾ എന്താ ഇവിടെ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആലോചിച്ച് നോക്കുക. ഓക്കെ, 0 0 0 ആയിരിക്കും. 0 1 എന്തായിരിക്കും? 0 തന്നെ. 0 1 ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? 0. 1 1 ആഡ് ചെയ്യുമ്പോൾ 1. ഈ ഒരു ടേബിൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ അടുത്ത ടേബിൾ നോക്കൂ. ലോജിക്കൽ ഓർ എന്ന് നോക്കൂ. ലോജിക്കൽ ഓർ എന്ന് പറയുന്ന സിമ്പിൾ എന്ന് പറയുന്നത് രണ്ട് 1 ഇടാം അല്ലെ? അതിനെയാണ് ലോജിക്കൽ ഓർ എന്ന് പറയുന്നത്. എക്സും വൈയും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഉണ്ടോ? എക്സ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ എക്സും വൈയും കൊടുത്തിരിക്കുന്നത് 0 0 0 1 1 0 1 1 ഒരു വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. അതായത് എക്സും 0 0 ആണെങ്കിൽ എക്സ് ഓർ വൈ എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? അല്ലെങ്കിൽ എക്സും വൈയും 1 ആണെങ്കിൽ എക്സ് ഓർ വൈ എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? ഇതിൽ ഏതെങ്കിലും ഒന്ന് 1 ആണെങ്കിൽ ഏതായിരിക്കും അതിന്റെ വാല്യൂ? ഇത്രയേ ഉള്ളൂ. ഈ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാക്കേണ്ടുള്ളൂ. എക്സ് 0 വൈ 0 ആണെങ്കിൽ എക്സ് ഓർ വൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതൊരു നമ്മൾ മനസ്സിലാക്കുന്ന ഒരു അഡീഷൻ പോലെ. നിങ്ങൾ ശ്രദ്ധിക്കുക, 0 1 എന്ന് പറയുമ്പോൾ 1, 0 ഓർ 1 എന്ന് പറയുമ്പോൾ 1, 1 0 എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ 1 ആണ്. ദെൻ 1 1 വരുമ്പോൾ നിങ്ങൾ, ഞാനിപ്പോൾ അഡീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ 2 എന്ന് എഴുതാം. 2 എന്ന് എഴുതാൻ കൂടെ ഇവിടെ ഒരിക്കലും ഇല്ല അല്ലെ? 0 1 അല്ലേ നമുക്ക് എഴുതേണ്ടത്? അങ്ങനെയാണെങ്കിൽ 1 ആണ് എക്സ് ഓർ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായോ? ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓറും. അപ്പൊ ഇത് പഠിച്ചിരിക്കുക. ഇത് പഠിച്ചാൽ മാത്രമേ ഇനി വരുന്ന ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത് നോക്കുക. അടിയിൽ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് ലോജിക്കൽ നോട്ട് എന്ന് പറയുന്നത് അല്ലെ? ഇതാണ് നോട്ടിന്റെ സിമ്പിൾ. ലോജിക്കൽ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 0 ആവുന്നിടത്ത് എന്തായിരിക്കും? ലോജിക്കൽ നോട്ടില് 1 ആവും. 1 ആണെങ്കിലോ
0. അത് തന്നെയാണ് ലോജിക്കൽ നോട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ആ ടേബിൾ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ. ലോജിക്കൽ എക്സ്, ഇവിടെ എക്സും കൊടുത്തിട്ടുണ്ട്, വൈയും കൊടുത്തിട്ടുണ്ട്. എക്സ് 0 കൊടുക്കുകയാണെങ്കിൽ നോട്ട് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോട്ട് എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും അല്ലേ? 1 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് എക്സ് എന്ന് പറയുന്നത് 0യും വൈയുടെ വില നോക്കൂ. y = 1 ആണെങ്കിൽ നോട്ട് y 0 ആയിരിക്കും അല്ലേ? y = 0 ആണെങ്കിൽ നോട്ട് y എന്തായിരിക്കും? 1 ആയിരിക്കും. ഇത്രേ ഉള്ളൂ. 0 ആണെങ്കിൽ 1 ആവുക, 1 ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആവുക. ഈ ഒരു കണ്ടീഷനാണ് ലോജിക്കൽ നോട്ടിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു ലോജിക്കൽ ആൻഡ് എന്ന് പഠിച്ചു, അതുപോലെ ലോജിക്കൽ ഓർ എന്ന് പഠിച്ചു അല്ലെ? ഈ രണ്ട് ടേബിൾ നമ്മൾ പഠിച്ചു അല്ലെ? 0 0. അപ്പൊ ഇവിടെ നോക്ക്, ശ്രദ്ധിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. എക്സ് ആൻഡ് വൈയില് രണ്ട് എക്സും വൈയും 1 വന്നാൽ മാത്രമേ എന്ത് എക്സ് ആൻഡ് വൈ 1 വരുള്ളൂ. അതുപോലെ തന്നെ ഓറിൽ എന്താ പറയേണ്ടത്? എക്സ് വൈ 0 വരുമ്പോൾ മാത്രമേ എക്സ് ഓർ വൈ എന്ന് പറയുന്ന വാല്യൂ 0 വരുള്ളൂ, ബാക്കിയുള്ളതൊക്കെ 1 ആയിരിക്കും. അപ്പൊ ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, predict the output if 10 greater than 5 and 10 less than 25. ഈസി ആണ്, ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. ഇത് നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. 10 greater than 5 and 15 less than 25. നമുക്കറിയാം 10 greater than 5. ഇത് കറക്റ്റ് ആണോ? യെസ്, 10 greater than 5 എന്ന് പറഞ്ഞാൽ ശരിയാണ്. 10 ആണ് വലുത് അല്ലെ? അപ്പൊ അതവിടെ ട്രൂ ആണ് അല്ലെ? ട്രൂ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ലെ, ട്രൂ ആണ് എന്ന് പറയുമ്പോൾ എന്ത് കൊടുക്കണം? 1 എന്ന് കൊടുക്കണം എന്നുള്ളത് ഞാൻ റിലേഷൻ ഓപ്പറേറ്റേഴ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? അതുപോലെ 15 less than 25. 15 less than 25 എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ആണോ? ശരിയാണ്, 25 ആണ് അല്ലെ വലുത്. അപ്പൊ അത് നമ്മൾക്ക് കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയത്, അതായത് കറക്റ്റ് ആയതിന്റെ വാല്യൂ എന്തായിരിക്കും? 1 അല്ലേ? ട്രൂ ആയത് 1 അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? 1 and 1 എന്ന് എഴുതുക. ഇങ്ങനെയല്ലേ കിട്ടിയത്? ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ x എന്ന് വിചാരിക്കുക, ഇവിടെ y എന്ന് വിചാരിക്കുക. അതായത് എക്സിന്റെ വില 1ഉം വൈയുടെ വില 1ഉം ആണെങ്കിൽ എന്താണ് ലോജിക്കൽ ആൻഡിൽ പറയുന്നത്? എന്തായിരിക്കും? 1 തന്നെ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? ഈസി അല്ലേ? ഇനി അടുത്ത് നോക്കൂ, 12 greater than 5 ഓർ ഇവിടെ നോക്കൂ, ഓർ എന്ന് പറയുന്നതാണ് കേട്ടോ. then 100 less than 25. നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ? 12 greater than 5 എന്ന് പറയുന്നത് ട്രൂ ആണ് അല്ലേ? ശരിയാണ്. then 100 less than 25 എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, 100 greater than 25 ആണെങ്കിൽ അതൊരു പക്ഷെ ട്രൂ ആയത്. അതുകൊണ്ട് ഇത് എന്താ? ഫോൾസ് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്താ 0 1 വെച്ചിട്ട് റിലേഷൻ ഓപ്പറേറ്റേഴ്സ് കൊടുത്ത പോലെ നമുക്ക് ചെയ്തു നോക്കാം. 12 greater than 5 ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? 1 കൊടുക്കും. അതിനുശേഷം നമ്മൾ ഈ നേരെ എന്ത് ചെയ്യണം? ഈ സിമ്പിൾ എടുത്ത് ഇറക്കി ഇടുക. ഓക്കെ, അതിനുശേഷം 100 less than 25 ആണ്. അത് റോങ് ആയതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇത് സിമ്പിൾ ആണ് കേട്ടോ, ഇത് സിമ്പിൾ ആണ്. അപ്പൊ 1 ഇനി ഓർ നോക്കുക. ഓർ എന്ന് പറയുന്നത് ലോജിക്കൽ ഓർ നോക്കി നോക്കുക നിങ്ങൾ. എക്സ് എന്ന് പറയുന്നത് 1ഉം y എന്ന് പറയുന്നത് 0 വരുമ്പോ അതിന്റെ ആൻസർ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും ആൻസർ അല്ലേ? അതിന്റെ ആൻസർ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഈസി അല്ലേ? ഓക്കെ, നമുക്ക് ഇനി നോക്കാം. 100 greater than 2. 100 greater than 2 എന്ന് പറഞ്ഞാൽ എന്താ? റെഡിയാണ്, ശരിയാണ് അല്ലേ? പക്ഷെ ഇവിടെ നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നോട്ട് 1 ഇങ്ങനെയാണ് പറയുന്നത്. നോട്ട് 1 എന്ന് പറഞ്ഞാൽ എന്താ? ആ 1ന്റെ ഓപ്പോസിറ്റ് എഴുതാം, 0 അല്ലേ? അപ്പൊ ഉത്തരം നമുക്ക് 0 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ ഈ പ്രോബ്ലം വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെ ചെയ്യാന്ന്? അപ്പൊ ഇത്രയും നമ്മൾ ഇത് പഠിച്ചത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. ലോജിക്കൽ ആൻഡ് ഓർ നോട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ടേബിൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതുള്ളൂ. അത് നിങ്ങൾ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു എക്സാം ചിലപ്പോൾ തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് SC ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ എക്സാമിലടക്കം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്താണ്? ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ അല്ലേ. അതുപോലെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റർ ആണ് എന്ത്? ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഞാനിവിടെ കൊടുത്തിരിക്കുന്നുണ്ട് ഇൻപുട്ട് ഓപ്പറേറ്ററിന് രണ്ട് സിമ്പിൾസ് ഉണ്ട്. ഒന്ന് എന്താണ്? ഗ്രേറ്റർ ദാൻ. രണ്ട് ഗ്രേറ്റർ ദാൻ വരും. ഇതിനെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ഇൻപുട്ട് ആണ്. രണ്ട് ലെസ് ദാൻ വരണമെങ്കിൽ അത് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ഇനി നമ്മൾ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയോ? ഈ ഇൻപുട്ട് ഓപ്പറേറ്ററിന് വേറൊരു പേരുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, എക്സ്ട്രാക്ട് ഓപ്പറേറ്റർ എന്നാ പറയാ. ഇതിന് എന്താ പറയാ? ഇൻപുട്ട് ഓപ്പറേറ്ററിന് എന്താ പറയാ? എക്സ്ട്രാക്ട് ഓപ്പറേറ്റർ. ഓക്കെ, എക്സ്ട്രാക്ഷൻ നടക്കുന്നുണ്ട് അല്ലെ, എക്സ്ട്രാക്ട് ഓപ്പറേറ്റർ. അല്ലെങ്കിൽ പറയുന്നത് എന്താണ്? ഗെറ്റ് ഫ്രം എന്നാ പറയാ, ഗെറ്റ് ഫ്രം. അപ്പൊ എക്സ്ട്രാക്ഷൻ ആൻഡ് ഇൻസേർഷൻ ആണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെക്കാം. രണ്ട് ലെസ് ദാൻ വന്നു കഴിഞ്ഞാൽ അത് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആണ്. അതിനെ പറയുന്ന പേരാണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ. ഇൻസേർഷൻ ഓപ്പറേറ്റർ ദാ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് വേറൊരു പേരുണ്ട്, പുട്ട് ടു ഓർ ഇൻസേർഷൻ ഓപ്പറേറ്റർ. രണ്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടണം. അത് എന്തിനാ പറയുന്നത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സിലാണ് പറയുന്നത്. ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പറയാം. കാരണം ഇതിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഈസിയാണ്. എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് അത് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇനി പഠിക്കേണ്ടത് ലാസ്റ്റ് ഒരു ഓപ്പറേറ്റർ ആണ്, അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അസൈൻമെന്റ് അതിന്റെ ഒരു സിമ്പിൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നോക്കൂ, ഈക്വൽ ടു ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ നമ്മളൊരു ഈക്വൽ ടു പഠിച്ചിട്ടുണ്ട്. ഏത് ഈക്വലാണ് പഠിച്ചിട്ടുള്ളത്? ഡബിൾ ഈക്വൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡബിൾ ഈക്വൽ എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഈക്വൽ ആണ് അല്ലെ. ഇത്രേ ഉള്ളൂ. ഡബിൾ ഈക്വൽ എന്ന് പറയുന്നത് ഒരു റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. അതൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇതൊരു റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. വൺ ഈക്വൽ എഴുതി കഴിഞ്ഞാൽ അതൊരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അസൈനിങ് എ വാല്യൂ ടു എ വേരിയബിൾ. ഒരു വേരിയബിളിലേക്ക് നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിന്റെ ഡ്യൂട്ടി. ഈ ഈക്വൽ എന്ന് പറയുന്നതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അസൈനിങ് എ വാല്യൂ, ഒരു വാല്യൂ ഇപ്പോൾ എ ഈക്വൽ ടു 4 എന്ന് കൊടുത്തു. ആ ഒരു വാല്യൂ 4 എന്ന് പറയുന്നത് എയിലോട്ട് ഞാൻ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് അല്ലെ. നമ്മൾ വേരിയബിൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, നം ഈക്വൽ ടു 40 എന്ന് പറഞ്ഞു. അതായത് 40 എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മളോട് എന്ത് ചെയ്തു? ഈക്വൽ എന്ന് പറയുന്ന ഒരു സൈൻ ചെയ്തു അല്ലെ, സൈൻ ഇട്ടു അല്ലെ. അതുപോലെ തന്നെയാണ് എന്ത്? അസൈൻമെന്റ് ഓപ്പറേറ്റർ. അതാണ് എന്ത്? അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഓപ്പറേറ്റേഴ്സ് കഴിഞ്ഞു. ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചത്? അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഇന്നിപ്പോ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പഠിച്ചു, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ആൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. ഈസിയാണ് അല്ലെ. ഓക്കെ, ഇനി നമുക്ക് ഒരു ഭാഗം കൂടി എടുക്കാനുള്ളത് എക്സ്പ്രഷൻസും ആൻഡ് സ്റ്റേറ്റ്മെന്റ്സും ആണ്. ഇത്രയേ ഉള്ളൂ. എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാലും ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിരുന്നു അല്ലെ, അതായത് ഓപ്പറേറ്റേഴ്സ് ഉള്ളതും അതുപോലെ ഓപ്പറേന്റ് ഉള്ളതുകളാണ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു കണ്ടീഷൻ, അങ്ങനത്തെ ഒരു എന്തെങ്കിലും സോൾവ് ചെയ്യുന്ന പ്രോബ്ലം വൈസ് പറയുന്നതാണ് എന്തെന്ന് നമ്മൾ പറഞ്ഞു. അതാണ് ഓപ്പറേഷൻസ് പറഞ്ഞു. അതിനെയാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതായത് സെറ്റ് ഓഫ് എന്തായിരിക്കും? കമ്പൈൻ ചെയ്യുക. അതായത് എ പ്ലസ് ബി, ഇതെന്തായിരിക്കും? ഇതൊരു എക്സ്പ്രഷൻ ആണ് അല്ലെ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷൻ ആണ് അല്ലെ. അതായത് അതിൽ നമുക്ക് അരിത്തമെറ്റിക് ആയിട്ടുള്ള സിമ്പിൾസും വരാം, അല്ലെങ്കിൽ ലോജിക്കൽ ആയിട്ടുള്ള സിമ്പിൾസും വരാം, അതുപോലെ തന്നെ റിലേഷൻ ആയിട്ടുള്ള സിമ്പിൾസും വരാം. എക്സാമ്പിൾ പറയാം, എ ലെസ് ദാൻ ബി. ഓക്കെ, ഇങ്ങനെ ഇത് എന്തായിരിക്കും? ഇതൊരു എക്സ്പ്രഷൻ ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ചതൊക്കെ എന്തായിരിക്കും? നമ്മൾ എക്സാമ്പിൾ ചെയ്തതൊക്കെ എന്താണ്? അതൊക്കെ ഒരു എക്സ്പ്രഷൻ ആണ്. കാരണം എന്താ? ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എന്താണ്? കമ്പോസ്ഡ് വിത്ത് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറൻസ് അല്ലെ. അതായത് ഓപ്പറേറ്റേഴ്സും ഓപ്പറൻസ് ഒക്കെ ഒരുമിച്ച് വരുന്നതാണ് എന്ത്? ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അല്ലെ. അല്ലെങ്കിൽ എ നോട്ട് ബി, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? നോട്ട് എ നോട്ട് ബി എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഒരു എക്സ്പ്രഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് മനസ്സിലാക്കുക. എക്സ്പ്രഷൻ എന്താണ്? എക്സ്പ്രഷനിൽ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അരിത്തമെറ്റിക് എക്സ്പ്രഷൻ, റിലേഷണൽ എക്സ്പ്രഷൻ ആൻഡ് ലോജിക്കൽ എക്സ്പ്രഷൻ. ഇനി ഇതിൽ നിന്ന് തന്നെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അരിത്തമെറ്റിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇൻറ്റീജർ വാല്യൂ വരാം, ഫ്ലോട്ടിംഗ് പോയിന്റ് വരാം അല്ലെ. അങ്ങനത്തെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തരാം. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുവരെ നന്നായിരുന്നു പഠിക്കാം. ഓക്കെ, മനസ്സിലായെന്ന് ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.